കർത്താവിൻ്റെ ദാസൻ സംസാരിച്ച അതേ ചാപ്റ്ററിൽ നിന്ന് ചില വിഷയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിച്ച് ഞാൻ പ്രസംഗിക്കേണ്ട പ്രസംഗം പാസ്റ്റർ പ്രസംഗിച്ചോ എങ്കിലും കുഴപ്പമില്ല. ദൈവത്തിൻ്റെ വചനം എപ്പോഴും ശക്തിയേറിയതാണ്. എത്ര പ്രസംഗിച്ചാലും എത്ര പേര് ഒരേ വിഷയം പ്രസംഗിച്ചാലും റിപ്പീറ്റേഷൻ ആകുന്നില്ല. പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. Praise the Lord. I thought that the same message that I had prepared is what Pastor George Daniel just declared, but we thank God that the Holy Spirit is conveying the same message to the church and it is not a repetition. എന്നെക്കാട്ടി അല്പ സൗണ്ട് ജോഷിയാ കൊടുക്കണേ. എന്നെക്കാട്ടി ഇച്ചിരി സൗണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടിയായിരുന്നപ്പോൾ അവരെല്ലാ വിഷയത്തിലും കർത്താവിൽ ആശ്രയിച്ചു. When the disciples were with Jesus in this world, in all things they trusted in the Lord. അവരുടെ ആഹാരത്തിന് വേണ്ടി കർത്താവിനെ ആശ്രയിച്ചു, ടാക്സ് കൊടുക്കാൻ കർത്താവിനെ ആശ്രയിച്ചു, രോഗസൗഖ്യത്തിന് വേണ്ടി കർത്താവിനെ ആശ്രയിച്ചു. They trusted in the Lord for their food, for their taxes and for their healing. അവരുടെ സ്റ്റോം ഒരു കാറ്റടിച്ച സ്റ്റോമിലായിരുന്നപ്പോൾ ദൈവത്തെ കർത്താവിൽ ആശ്രയിച്ചു. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും അവരുടെ കർത്താവിൽ ആശ്രയിച്ചു. We see that when the storm hit their boat, they trusted in the Lord. So in all the circumstances of their life, they trusted in Jesus. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ഈ ലോകം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ ദുഃഖിച്ചു. In John chapter 13, when the Lord said to them that I am departing from this world, they were very sad. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ വാക്കാണ് യോഹന്നാന്റെ സുവിശേഷം 14:1. കർത്താവദാസൻ അത് റിപ്പീറ്റ് ചെയ്തു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. It was at that time that the Lord said to them this word in John chapter 14 verse 1, which the man of God already said, do not let your hearts be troubled, believe in God. കഴിഞ്ഞ ദിവസം വരെ നമുക്ക് ഗസ്റ്റ് സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. കല്യാണത്തിന് വരുന്ന ചില അനേക ഗസ്റ്റ് സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കോൺഫറൻസ് വന്ന ചില ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അവരാരും വരുന്നില്ല എന്നറിയിച്ചത്. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ഭാഗമാണ് ഈ 14-ന്റെ 1-ാം വാക്യം. We had expected guest speakers for the marriage and for the conference, but unfortunately they could not come. At that time the Lord gave me this word to declare to you. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു, നമ്മളോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. The Spirit of the Lord has spoken to us, it will continue to speak to us. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. Do not let your hearts be troubled, believe in God. ഈ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ, ചഞ്ചലപ്പെട്ട ശിഷ്യന്മാരെ ദൈവം ആശ്വസിപ്പിക്കുന്ന ചില വചനങ്ങൾ 14-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. We see some verses in John chapter 14 that Jesus said to comfort his disciples who were troubled and disturbed. ഈ 14-ാം അധ്യായത്തിൽ 4 പ്രോമിസസ് ഉണ്ട്. There are 4 promises in this John chapter 14. ഈ പ്രോമിസ് ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർപ്പിക്കാം. I want to remind you of these promises. ഭയപ്പെട്ട, ചഞ്ചലപ്പെട്ട, ആകുലരായിരുന്ന ശിഷ്യന്മാർക്ക് ബലം നൽകുവാനായി കൊടുത്ത 4 കാര്യങ്ങൾ. 4 promises that the Lord gave to strengthen the troubled, disturbed, frightened disciples. ഒന്നാമത്തെ കാര്യം, The first thing, I will return. ഞാൻ മടങ്ങി വരും. I will return. യേശു വ്യക്തമായി 2-ാം വാക്യത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ മടങ്ങി വരും. The Lord clearly says in the second part of that verse, I will return to you. എത്ര ശക്തമായൊരു പ്രോമിസാണ്. That's a very great promise. പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. And I will take you to be with me. രണ്ടാമത്തെ പ്രോമിസ്, ദ പ്രോമിസ് ഓഫ് ഡെസ്റ്റിനി, ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രോമിസാണ്. The second promise is a promise of destiny. അവിടെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പിന്നെ കർത്താവ് പറയുന്നത്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളെ ഇരുത്തും. There the Lord says, in my Father's house are many rooms, and later he says that you also may be where I am. നമ്മൾ ഈ ഗെയിംസ് കാണാൻ പോകുന്ന ഗാലറി പോയിരിക്കും. When we go for the games, we go for a gallery view. NBA ഗെയിംസ് കാണാൻ ഗാലറി പോയാൽ ടിക്കറ്റിൻ്റെ റേറ്റ് കുറവാണ്. അല്ലെങ്കിൽ ഏറ്റവും അടുത്തിരിക്കുകയാണെങ്കിൽ ടിക്കറ്റിൻ്റെ റേറ്റ് കൂടുതലാണ്. When we go to watch games, the ticket rate is different based on the seating. അപ്പം ഗാലറിയിൽ ദൂരെ കാണാൻ പറ്റത്തുള്ളൂ, അത് ഈ മെയിൻ താരങ്ങളുടെ അടുത്തല്ല.
The gallery view is a far view which is not near the stars. അത് യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളെ ഇരുത്തും. Jesus said, you will be where I am. അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many dwelling places there. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. If it were not, I would have told you. കർത്താവ് എത്ര സ്ട്രോങ് ആയിട്ട്, എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. That is such a confident promise that if it were not so, I would not have told you. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഭവനത്തെ പോലെ ആയിരിക്കണമെന്നില്ല അത്. It may not be like the physical building or home in which we എന്നാൽ are. ദൈവം ആ ഭവനത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തരും. The Lord will give us a revelation of that when we get to heaven. അപ്പോൾ ഒന്നാമത്തെ പ്രോമിസ്, കർത്താവ് ഞാൻ മടങ്ങി വരും. The first promise is that I will return to you. രണ്ടാമത്തെ പ്രോമിസ്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളെ ഇരുത്തും. The second promise is that I will take you to be with me where I am. മൂന്നാമത്തെ പ്രോമിസ്, the promise of peace, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. The third promise is the promise of peace. Peace I leave with you, my peace I give you. അപ്പം നമുക്ക് ഈ 14-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 27-ാം വാക്യത്തിൽ ഒന്ന് വായിച്ച്, 27 ജോൺ ചാപ്റ്റർ 14:27. Let's read John 14:27. ഇപ്പൊ ലോകം തരുന്നത് പോലെ ഒരു സമാധാനം അല്ലിത്. It is not like a peace that the world gives. ഞാൻ കൗൺസിലിംഗ് പഠിച്ച ആളാണ്. I studied counseling. സോ ക്രിസ്ത്യൻ കൗൺസിലിംഗ് പഠിച്ച ആളാണ്. Christian counseling specifically. നിങ്ങൾ പലരും തെറാപ്പിസ്റ്റാണ്. Some of you are therapists. ഇപ്പൊ നമുക്ക് കൗൺസിൽ ചെയ്യാൻ അറിയാം. We know how to counsel. എന്നാൽ അതിൽ കൂടി ലഭിക്കുന്ന ഒരു സമാധാനം അല്ല ദൈവം തരുന്ന സമാധാനം. But the peace that the Lord gives is unlike that peace which we receive from counseling. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ In John chapter 20, ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയപ്പെട്ട് റൂം അടച്ച് സീൽ ചെയ്ത് ഉള്ളിലായിരുന്നു. the disciples that had locked the doors for fear of the Jews after the death of the Lord. യേശു അവരുടെ നടുവിൽ നിന്നു. But Jesus came and stood in their midst. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. And he said, peace be with you. നിങ്ങൾക്ക് സമാധാനം. Peace be with you. അത് ലോകം കൊടുക്കുന്ന സമാധാനമല്ല. That is not the peace that the world can give. അവിടെ വായിക്കുന്നുണ്ട്, അവർ ഹൃദയം സന്തോഷിച്ചു. It is written there, their hearts rejoiced. ഈ പകൽക്കാലം ഭയത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ സമാധാനം കർത്താവ് നിങ്ങൾക്ക് തരുന്നു. Today, if there is anybody who is in fear, Jesus is giving you his peace. യേശുവിന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോയിരിക്കുക. Jesus has given you his peace, but when he left, അവൻ തരുമെന്നല്ല പറഞ്ഞത്, അവൻ തന്നേച്ചു പോയിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യാട്ടോ. hallelujah, he has given it to you. It is not a future tense that he will give you. ഈ NLT ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. In NLT translation it is written, I am leaving you with a gift. ഞാൻ ഒരു സമ്മാനം, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. I am leaving you with a special gift. അത് സമാധാനം. That is peace. പല പ്രതിസന്ധികളുടെയും മധ്യത്തിൽ വിടുതൽ കാണുവാൻ കഴിയത്തില്ലെങ്കില്ല, എന്നാൽ സമാധാനം കണ്ടെത്തുന്ന ദൈവഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. I thank God for the people of God who in the midst of many circumstances are able to find the peace of God. ചില രോഗങ്ങളുടെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ നമുക്ക് വിടുതൽ കാണുവാൻ കഴിയത്തില്ല. സമാധാനം കണ്ടെത്തുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. In the midst of certain troubles, we may not see deliverance, but we can still receive the peace of God. അന്ന് മുതൽ അവരുടെ ഭയം മാറി. Since that day onwards, their fear was gone. അവർക്ക് ശക്തി ലഭിച്ചു. They received power. ആ സമാധാനം ഏറ്റെടുത്തു. They received that peace. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആ സമാധാനം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. I have several times experienced വളരെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ സമാധാനം ഹൃദയത്തിലേക്ക് കടന്നു in വന്നു. the midst of great trouble. I found the peace of God coming into my heart. പ്രൈസ് ദി ലോർഡ്. അനുഭവിച്ചവർക്കായി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. Thank God for those of you who have experienced that peace. മൂന്നാമത്തെ പ്രോമിസ് ആണ് the promise of the Holy Spirit. Third promise is the promise of the Holy Spirit. ഈ 4 കാര്യവും 14-ാം അധ്യായത്തിലുള്ളതാണ്. These 4 things you will find in John chapter 4. ശിഷ്യന്മാര് ഭയപ്പെട്ട് കർത്താവ് പോകുന്നു എന്നറിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി കൊടുത്ത 4-ാമത്തെ പ്രോമിസ്, the promise of the Holy Spirit. The fourth promise, the promise of the Holy Spirit, was given to the disciples who saw that the Lord is now departing and going away. യോഹന്നാന്റെ സുവിശേഷം 14:15 വായിച്ച്. Let's read John 14 verse 15.
സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥൻ, അഡ്വക്കേറ്റ്, എ ലോയർ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ ഒരു അഡ്വക്കേറ്റ് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയച്ചു തരും. I will send you the Spirit of truth, a lawyer, an advocate, a helper, that he may always remain and be with you. 14:18 വായിച്ച്. 14:18. Let's read John 14:18. ഓക്കെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will not leave you as orphans. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞേ, ഞാൻ അനാഥനല്ല. Let us say we are not an orphan. പൽക്കാലം കർത്താനദാസൻ പറഞ്ഞ പോലെ നമ്മുടെ പല പ്രതീക്ഷിക്കുന്ന നമ്മുടെ പല സഹായങ്ങളും, മാതാപിതാക്കന്മാരുടെ സഹായമായാലും, ഒരുപക്ഷെ ഭാര്യയുടെ സഹായമായാലും, ഭർത്താവിൻ്റെ സഹായമായാലും, കുഞ്ഞുങ്ങളുടെ സഹായമായാലും, അവരുടെ സഹായം എല്ലാം മാറിപ്പോയാലും നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ നിന്നെ അനാഥരായി വിട്ടിട്ടില്ല. As the man of God said earlier, the help of your father or your wife or your children might go away, but there is a God who never leaves you as an orphan. He will come to help you. Praise the Lord. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് വേണം. We need that connection with this Holy Spirit. ഞാൻ ഈ പണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ, ഞാൻ പോരുന്ന സമയമാകുമ്പോൾ പോരുന്ന ഒരു മണിക്കൂർ, അതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പേ കരയാൻ തുടങ്ങും. I remember that when I used to go to Kerala when my mother was alive, before my departure for half an hour or 1 hour, we used to be crying. പ്രാർത്ഥനയ്ക്ക് മുമ്പേ കരച്ചിൽ തുടങ്ങും. We start crying before the prayer itself. കാരണം ഞാൻ അമ്മയെ വിട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദുഃഖം, a grief of leaving the mother and going away. എന്നാൽ ഞാൻ പോയിട്ട് ഫോൺ വിളിച്ചു കഴിയുമ്പോൾ അങ്ങ് ആശ്വാസമാവും. But she is comforted once I reach and call her back. അതുപോലെയാണ് നമ്മുടെ ലഭിച്ച പരിശുദ്ധാത്മാവ്. That is how is this Holy Spirit. നമ്മളെ ആശ്വസിപ്പിക്കുവാനായി, നമ്മളെ സഹായിക്കുവാനായി ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. We thank God for the Holy Spirit that comforts us and helps us. ആ പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിക്കണം. We need to trust in this Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റി നീണ്ട പ്രസംഗങ്ങൾ എനിക്ക് തോന്നുന്നു ഏകദേശം 4-5 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. If memory serves right, I did a message about the Holy Spirit 4 or 5 years back. ഒന്നാമത്തെ 3 മേഖലയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. There are 3 ways in which the Holy Spirit performs. ഒന്നാമത് പരിശുദ്ധാത്മാവ് കൺവിക്ട് ചെയ്യും. The Holy Spirit convicts. നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. The Holy Spirit convicts us of sin, righteousness and judgment. രണ്ടാമതായിട്ട് the Holy Spirit in you and me, നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി വസിച്ച് നമ്മളെ നടത്തുന്ന പരിശുദ്ധാത്മാവ്. The Holy Spirit indwells you and me and leads us. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഫിസിക്കൽ ബോഡിയിലായിരുന്നതുകൊണ്ട് ഒരേ സമയം ഒരു സ്ഥലത്ത് മാത്രമേ ആയിരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. The Lord Jesus, because of his physical presence on this earth, as he was in the physical body, he could only be at one place at one point of time. അവൻ ഉദാഹരണം ജോഷുവയുടെ കൂടെ ആയിരുന്നെങ്കിൽ ജോഷുവയുടെ വീട്ടിൽ പോയെങ്കിൽ അവിടെ മാത്രമേ പറ്റത്തുള്ളൂ. If the Lord was in my house, he would only be in my house at that point of time. ഇപ്പൊ ഷിബു പാസ്റ്ററുടെ വീട്ടിൽ പോയാൽ അവിടെ മാത്രമേ പറ്റത്തുള്ളൂ. If he was in Shibu pastor's home, he would only be at that place at that. യഹൂദയിൽ പോയാൽ അവിടെ മാത്രമേ പറ്റത്തുള്ളൂ. If he were in Judea at that point of time, he would be in Judea alone. എന്നാൽ പരിശുദ്ധാത്മാവ് കർത്താവ് അയച്ചപ്പോൾ, but when the Lord sent his Holy Spirit, ഈ പരിശുദ്ധാത്മാവിന് ലോകത്തിൽ മുഴുവൻ ഒരുപോലെ ഒരേ സമയം ഒരേ സെക്കൻഡിൽ ഒരേ മിനിറ്റിൽ മിനിസ്ട്രി ചെയ്യാൻ കഴിയും. The Holy Spirit can minister in an omnipresent manner at all places at the same time. Praise the Lord. Praise the Lord. ജോഷുവയുടെ വീട്ടിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ പ്രവർത്തിക്കാൻ പറ്റും. While the Lord ministers, the Holy Spirit ministers in my home, it can be in pastor's home as well. ഈ പകൽക്കാലം മെസ്സേജ് കേൾക്കുന്ന, ലൈവിൽ കേൾക്കുന്ന ഭവനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. Yes, those of us who are listening the message online, they will experience the presence of the Holy Spirit where they are. നിങ്ങളൊരു മെസ്സേജ് യൂട്യൂബിൽ കൂടി കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ചില വിഷയങ്ങളുടെ മേൽ വിടുതലയിക്കുന്നു. The presence of the Holy Spirit will arrive when you listen to these messages online, and it will deliver you. അപ്പോൾ യേശുവിന് ഒരേ സമയം ഒരേ സ്ഥലത്ത് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് ലോകത്തിൽ മുഴുവനും ആദിമകാലത്ത് വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ അതേ ശക്തി ഇപ്പോൾ എല്ലാ ജീവിതങ്ങളുടെ മേലും പ്രവർത്തിക്കുവാൻ കഴിയും.
just Jesus could minister at one place at a time, but the Holy Spirit, just as in the beginning it was transforming the waters all over the world, it can minister to everyone and everywhere. യോഹന്നാന്റെ സുവിശേഷം 4:5 പറയുന്നു, യോഹന്നാനിലെ ജെയിംസ്, ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനം 4:5 പറയുന്നുണ്ട്, നമ്മിൽ വസിക്കുമാറാക്കിയ പരിശുദ്ധാത്മാവ്. In James chapter 4 and verse 5, it says the Holy Spirit who dwells in us. മൂന്നാമത്തെ മേഖല, upon you the baptism of the Holy Spirit. The third realm is upon you the baptism of the Holy Spirit. ഞാൻ ഒരു പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയെ പറ്റി എഴുതിയപ്പോൾ ഇത് 14 കാര്യം എഴുതിയിട്ടുണ്ട്. When I wrote about the ministries of the Holy Spirit, I wrote about 15 things. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? What does the Holy Spirit do for us? പരിശുദ്ധാത്മാവിനെ പറ്റി പെന്തക്കോസ്തുകാർ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? ആദ്യം മനസ്സിൽ വരുന്നത് അന്യഭാഷയിലുള്ള സംസാരം. When we think of the Holy Spirit, the first thing that occurs to us is the gift of tongues. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെ പറ്റി ഏറ്റവും ഇഗ്നറൻ്റ് ആയ ആൾക്കാര്, ഞാൻ 40 വർഷമായി മിനിസ്ട്രിയിലുണ്ട്. ഞാൻ ഇത്രയും തിയോളജിക്കൽ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ട്, ബ്രദറൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം നാം പരിശുദ്ധാത്മാവിനെ പറ്റി ഏറ്റവും അറിവ് കുറവുള്ളവർ പെന്തക്കോസ്തുകാരാണ്. In my 40 years of experience in the ministry, what I find is that the people who are most ignorant about the Holy Spirit are the Pentecostal people. ആർക്കും ഒരു ആമേൻ പറ. നമ്മുടെ അറിവ് പലപ്പോഴും ഈ അന്യഭാഷ കൊണ്ട് നിൽക്കുക. Most of our knowledge of the Holy Spirit is limited to the gift of tongues. ദൈവത്തിന്റെ വചനം കർത്താവ് പറയുന്നു, തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. The Bible says that the Lord said that how much more will the Heavenly Father give the Holy Spirit to those who ask Him. ഞാൻ ഈ ഇന്ത്യയിലെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ, when I started my ministry in India, എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. there was a prayer that I prayed. എൻ്റെ ദൈവമേ, നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും. Lord, you can work. ഞാൻ വിശ്വസിക്കുന്ന കാര്യം കേട്ടോ. I believe this still. എനിക്ക് പോകാൻ കഴിയത്തില്ല എല്ലാ സ്ഥലത്തും. I cannot go everywhere. എനിക്ക് പോയി ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. I cannot go and raise funds. ഞാൻ പലപ്പോഴും ഫണ്ട് റേസ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. When I go to raise funds, often പക്ഷെ എനിക്ക് പോകാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ കർത്താവിന് പോകാൻ പറ്റും. But where I cannot go, my Lord's Holy Spirit can go. പരിശുദ്ധാത്മാവിന് പോകാൻ പറ്റും. The Holy Spirit can go. ഹല്ലേലൂയ. ഇവിടെ പ്രവർത്തിക്കുന്ന കർത്താവ് അമേരിക്കയിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. The Lord who works from here in Canada works for me in the United States. ഇവിടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്ത്യയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. The Lord who works for me here works for me in India. ഇവിടെ പ്രവർത്തിക്കുന്ന ആത്മാവ് നേപ്പാളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. The Lord who works for me here will also work for me in അപ്പോൾ Nepal. നമുക്ക് വേണ്ടി ഒരേ സമയം പല സ്ഥലത്ത് നമ്മളുടെ കാര്യങ്ങൾ നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. I firmly believe that the Holy Spirit can work for us at different places at the same time. പരിശുദ്ധാത്മാവിനെ നാം ലിമിറ്റ് ചെയ്യരുത്. We should not limit the Holy Spirit. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ 14 ഒരു പ്രവർത്തനം മിനിസ്ട്രി ഞാൻ നോട്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഞാൻ ചിലതൊക്കെ നിങ്ങളോട് നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്, എങ്കിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. റിവീൽ യുവർ ഐഡൻറ്റിറ്റി. നമ്മുടെ വ്യക്തിത്വം, നാം ആരാണെന്ന് നമ്മളെ അറിയിച്ചു നൽകിയത് പരിശുദ്ധാത്മാവ്. One of the 14 ministries of the Holy Spirit that I noted, the first one is that it reveals the identity. നമ്മളെല്ലാം ഈ കേരളത്തിൽ നിന്ന് വന്നവരാ, കുഞ്ഞുങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയാം. നമുക്കെല്ലാം വീട്ടുപേരുണ്ട്. We all who come from Kerala have a household name. നമ്മുടെ വീട്ടുപേർ വലിയ പ്രൗഡുള്ളവരാ. We are very proud about our household. ചിലരൊക്കെ ഉണ്ട്, എനിക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല, ഭയങ്കര പ്രൗഡുള്ളവരുണ്ട്. Some people are proud about their അവരുടെ household. പേരിൻ്റെ കൂടെ വീട്ടുപേരൊക്കെ ചേർക്കും. They will add their household name to their name. പിന്നെ സായിപ്പിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. The foreigner is the one who is getting trouble because of that. അവർ ഈ പ്ലെയിനിലേക്ക് കയറാൻ നേരത്തെ ഒരു വിളിയുണ്ട്. They call your name when you are about to board a flight. കടുത്തുരുത്തി കടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കടുത്തുരുത്തിയിൽ മത്തായി എന്ന് പറയാൻ വിളിക്കുക കേട്ടോ. They're trying to call your household name but unable to pronounce it. അപ്പോൾ ഞാൻ അതിട്ടില്ല, ഞാൻ ആ പേരറിയിട്ടില്ല. I have not put any such name. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളെ ഇട്ടവർക്കായി ദൈവം അനുഗ്രഹിക്കട്ടെ. If you have it, give glory to the Lord. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ഇതൊന്നുമല്ല. That is not our identity. റോമാലേഖനം 8:16 പറയുന്നുണ്ട്, നമ്മുടെ ഐഡന്റിറ്റി ക്രിസ്തുവിലാണ്. Our identity is in Christ. ഏറ്റവും വലിയ ഐഡന്റിറ്റി എനിക്ക് നൽകിയ ഐഡന്റിറ്റി, ഞാൻ ദൈവത്തിൻ്റെ മകൻ, മകൾ
ആണെന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ്. The greatest identity that we have is that I am a son or a daughter of Christ. Praise the Lord. ഒന്ന് വായിച്ച് നമുക്ക്, ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമായി, നിങ്ങൾ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ നമുക്ക് നൽകുന്ന അറിവെന്ന് പറഞ്ഞാൽ നാം ആരാണെന്നുള്ളതാണ്. The greatest knowledge that the Holy Spirit gives us is the revelation of the identity of who we are. 8:16 വായിച്ച്. 8:16 റോമാലേഖനം 8:16. Read Romans 8:16. നാം ദൈവത്തിന്റെ മക്കൾ. The Spirit. നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞാട്ടെ. Keep your hand on your chest and say that we are children of God. ഞാൻ ദൈവത്തിന്റെ മകൻ ഒരു മകൾ പറഞ്ഞാട്ടെ. I'm a child of God. ഉറക്കെ പറയാ ജോഷുവ ഞാൻ ട്രെയിൻ ചെയ്യിക്കുക. ഇപ്പം പ്രിൻസ് നിജു നാട്ടിൽ പോയി പ്രിൻസ് ഇടയ്ക്ക് അവധി എടുത്താല് I am a child of God. ഞാൻ ദൈവത്തിന്റെ മകനാ. I am a child of God. ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ഉറപ്പാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ കൺവിക്ഷൻ. The greatest conviction that the Holy Spirit gives is that I am a child of God. അത് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. All those who believe, let's lift up our hands and praise the Lord. റോമാലേഖനത്തിൽ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രസ്വീകാര്യം ദൈവം നമുക്ക് നൽകി. The Lord has given us as the sonship whereby we cry Abba Father, we read in the book of Romans. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ള അറിവ്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. Anybody who has received the Lord into their life should know about the work of the Holy Spirit in their life. They should realize it. അതറിയാതിരിക്കുന്നത് അവഗണനയാണ്. Not realizing that is dangerous. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ പല കാര്യമുണ്ട് കേട്ടോ. When we say do not grieve the Holy Spirit, it involves many things. എന്റെ അപ്പനെ എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. That I do not know my father is such a great sin. നിന്റെ അമ്മയെ നിനക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റമല്ലേ? If you don't know your mother, then it is such a great sin. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്റെ പിതാവ് ആരാണ്, കർത്താവ് ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, നിന്നെ നടത്തുന്നത് ആരാണ്, നിന്നെ ജനിപ്പിച്ചത് ആരാണെന്നുള്ള അറിവ് നിനക്കുണ്ടാകണം. If you have been saved, then you should know who is it who gave you this new life and new birth. Who is it who saved you? Who is it who forgave you? Praise the Lord. ആ അറിവ് ലഭിച്ചവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Thank God for those who have this knowledge. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, സ്നാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ഒന്നാമത്തെ അറിവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തി ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യം നൽകി. I want all our children to receive the Holy Spirit, but the first thing that happens with the Holy Spirit comes is the conviction of sin, righteousness and judgment, and the knowledge and realization that I am a child of God. Book of Acts chapter 8 ഞാൻ സമയമില്ലാതെ എടുക്കുന്നില്ല. ആത്മാവ് ഫിലിപ്പോസിനെ കൊണ്ടുപോയി. In the book of Acts chapter 8 we see that the Holy Spirit led Philip. ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. The Holy Spirit carried Philip. ഇപ്പം എല്ലാം വീടുകയൊക്കെ ഇപ്പം എടുത്തുകൊണ്ട് പോകുന്നതെങ്ങുമില്ല കേട്ടോ. These days that പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ എടുത്തു. ആരെ കൊണ്ടുപോയത്? ആത്മാവ് കൊണ്ടുപോയി. The Holy Spirit took Philip. ഷണ്ണനോട് സംസാരിച്ചു. To speak to the eunuch. ഷണ്ണന് പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു. To convict him of sin. നീതിയെക്കുറിച്ച് ബോധ്യം വന്നു. Of righteousness. ന്യായബുദ്ധിയെക്കുറിച്ച് ബോധ്യം വന്നു. Of judgment. ഷണ്ണൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. He received Jesus as his savior. ഷണ്ണൻ സ്നാനപ്പെട്ടു. He was baptized. പക്ഷെ അവിടെ ഷണ്ണൻ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചതായിട്ട് പറയുന്നില്ല. But there it does not mention that he was filled with the Holy Spirit. അപ്പോൾ ബുക്ക് ഓഫ് ആക്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും പരിശുദ്ധാത്മാവിൽ സംസാരിച്ചതായി പറയുന്നില്ല. It does not say everywhere in the book of Acts that those who received the Lord were filled with the Holy Spirit and spoke. പിന്നീട് അവർ തീർച്ചയായിട്ടും അങ്ങനെ ആയി കാണുമായിരിക്കും. Most likely later on they would have received. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വിഷയം ഇതാണ്. ഒന്നാമത്തെ നമ്മുടെ അറിവ് ഞാൻ ദൈവമകനാണെന്നുള്ള ഒരു അറിവ്. The first knowledge is that I am a child of God. ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ നല്ല ആത്മാവെന്നാ പറയുന്നത്. The Holy Spirit is mentioned as a good spirit. നല്ല ആത്മാവ്. Good spirit. നമ്മുടെ ജോഫിന്റെ വീട്ടിൽ ഞാൻ പണ്ടിരിക്കെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അവരുടെ ഡോറിൽ ഒരു കുരുവി കൊണ്ട് കൂട് വെച്ചു. I have mentioned this before. Once I went to Brother Joffin's house and at their door
dove. ഡോറിൽ എൻട്രൻസ് ഡോറിൽ At the entrance, a bird made its nest. അവിടെ ഒരു ഫ്ലവർ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ഉണ്ടായിരുന്നു, അവിടെ കണ്ട് ഒരു കൂടുണ്ടായിരുന്നു, അതിനെ കൊണ്ട് കുരുവി കൂട് വെച്ചു. There was a plastic flower pot, and the bird made its nest in there. ഇവരെല്ലാ ദിവസവും ഡോറ് തുറന്നാലും കുരുവി അവിടെ ഇരിക്കും. They open the door every day, but the bird is still sitting there. കുരുവി കൂട് വെച്ച് മുട്ടയിട്ടു. The bird also hatched eggs. വീണ്ടും വന്ന് ജോഫിനി അവിടെ വീണ്ടും കുരുവി വന്നു, വീണ്ടും കുരുവി വന്നിരിക്കുക. It has returned. ഞങ്ങളുടെ വീട്ടിൽ കൂട് വെച്ചു. In our home also, a bird made the nest. ഞങ്ങൾ പോയി ഞങ്ങളുടെ പിള്ളേർക്ക് പോയി എത്തി നോക്കി. Our children went and had a look. കുരുവിയുടെ കൂടും വീണു പോയി. The bird's nest fell down. കുരുവിയുടെ മുട്ടയും പൊട്ടിപ്പോയി, കണ്ടില്ല. Eggs were also broken. കുരുവിന് രക്ഷപ്പെട്ടു. The bird escaped. എന്തുകൊണ്ടാ പോയത്? Why did it go? ഞങ്ങളുടെ വീട് അതിന് യോഗ്യമല്ലാത്തതുകൊണ്ട്. Because our house was not worthy of it. ജോഫിന്റെ വീടും ജോഫിന്റെ വൈഫ് റോസ്ലിയും കുഞ്ഞുങ്ങളും ആ കുരുവി മനസ്സിലാക്കി ഇവരെനിക്ക് പറ്റിയ കുടുംബമാണ്. Brother Jophin's family is fit for me, the bird realized. അപ്പോൾ കുരുവി വീണ്ടും കൂട് വെക്കാനായിട്ട് വന്നിരിക്കുകയാണ്. So the bird returned to make its nest. അപ്പോൾ ഇതുപോലെ പരിശുദ്ധാത്മാവ്, The Holy Spirit is just like this. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് ഓൾഡ് ടെസ്റ്റമെന്റിൽ നെഹമ്യാ പുസ്തകത്തിൽ പറയുന്നത് നല്ല പരിശുദ്ധാത്മാവ്. The Holy Spirit, the Old Testament, is mentioned as the good spirit. ഈ പരിശുദ്ധാത്മാവിനെ ഓടിച്ചു കളയരുതേ. Let us not drive away this Holy Spirit. നിന്റെ ജീവിതത്തിലെ പാപം കൊണ്ട് ഓടിച്ചു കളയരുതേ. Because of the sin in your life, don't drive away this Holy Spirit. കമ്പ്യൂട്ടർ ഗെയിം കളിച്ച് ഇതിനെ ഓടിച്ചു കളയരുതേ. Because of playing computer games in the internet, do not drive this away. ആമേൻ. ടിവി വേണ്ടാത്ത കാര്യം കണ്ടിട്ട് ഇതിനെ ഓടിച്ചു കളയരുതേ. By seeing unwanted things on television, do not drive away this Holy Spirit. നിന്റെ ഭവനം, നിന്റെ ശരീരമാവുന്ന ഭവനം യോഗ്യമാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ വാസിക്കും. If your body is a temple of the Holy Spirit and it is worthy, the Holy Spirit will indwell it. Praise the Lord. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഐഡന്റിറ്റി പരിശുദ്ധാത്മാവ് ഉറപ്പിക്കും. The Holy Spirit reminds and reveals of our identity. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് സാക്ഷി, നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ, സാക്ഷി ആകുവാൻ നമ്മളെ സഹായിക്കും. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1:8, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. The Holy Spirit, the second thing that it does, it helps us to bear witness and testify about Jesus, as said in Acts chapter 1 and verse 8. You will receive power when the Holy Spirit comes about you, and you will become. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ പാപത്തെ ജയിക്കുവാനായി, നമ്മുടെ ജീവിതത്തിലെ പാപത്തെ ജയിക്കുവാനായി നമ്മളെ സഹായിക്കും. Third thing is the Holy Spirit helps us to overcome our sin. ഇതിനെല്ലാം ബൈബിൾ വാക്യങ്ങളുണ്ട്, സമയമില്ല. നാലാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ബലഹീനതയൊക്കെ തുറന്നു നിൽക്കും. The Holy Spirit helps us in our weaknesses. That's the fourth. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മുടെ ബലഹീനതയിൽ തുറന്നു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. We see that in Romans chapter 8, the Spirit helps us in our weaknesses. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മറ്റുള്ള പല സ്ഥലത്തും നാം കാണുന്നുണ്ട്, വചനത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. The Holy Spirit reveals the depths of the word of God, is what we read in the book of Ephesians. വചനത്തിൻ്റെ പല കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും. The deep things of the word of God are difficult to understand, but the Holy Spirit gives us a revelation of these. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ തിയോളജി ഒത്തിരിയും പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ വചനത്തിൻ്റെ വെളിപ്പാട് ലഭിച്ചത് ദൈവവചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടിയായിരുന്നപ്പോഴാണ്. As I said before, I've studied theology, but the revelation of the word of God I've received when I sat with the word of God in prayer. വചനം പഠിക്കുന്നതും വെളിപ്പാടും രണ്ടാട്ടോ. Study of the word of God and revelation of the word of God are two different things. ഈ ദൈവദാസന്മാർക്ക് ഞങ്ങൾക്കെല്ലാം ഹല്ലേലൂയ, ദൈവം വചനത്തിന്റെ വെളിപ്പാട് തരും. പഠനം വേറെ, തിയോളജി വേറെ, വെളിപ്പാട് വേറെ. All of us men of God, the Lord gives us a revelation of the word of God which is apart from our study. കഴിഞ്ഞ ദിവസം ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജിയൻ പറയുന്നത് കേട്ടു. The other day, a New Testament theologian, we heard him say അദ്ദേഹം ദൈവത്തിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ല, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ല. That he does not believe in the God, in the deity of Jesus Christ. Divinity of Jesus. നാം ദൈവം നമുക്ക് നൽകിയ വെളിപ്പാടിനായി സ്തോത്രം ചെയ്യുന്നു. We thank God for the revelation of Jesus. അപ്പോൾ അഞ്ചാമത്തെ കാര്യം, വചനത്തിന്റെ വെളിപ്പാട് ദൈവം നമുക്ക് നൽകി തരുന്നു. The Lord gives us a revelation of his word by his Holy Spirit. ആറാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു. The Holy Spirit helps us to pray is the sixth point. പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല. We do not know how to pray. അന്യഭാഷ ലഭിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റേജിൽ കയറി അന്യഭാഷ പറയാൻ വേണ്ടിയല്ല കേട്ടോ. The most important reason that you have received the Holy Spirit is not to say it on stage. നിന്റെ ഏകാന്തതയുടെ മധ്യത്തിൽ,
in your loneliness, ആരുമില്ലാതിരിക്കുമ്പോൾ, when there is nobody, നീ ഡ്രൈവ് ചെയ്യുമ്പോൾ, when you're driving, ജോലിയുടെ മധ്യത്തിൽ in the midst of your work, അന്യഭാഷ പറഞ്ഞൊന്ന് സ്തുതിച്ചു നോക്കിക്കേ. praise the Lord in tongues and നിങ്ങൾ നേഴ്സുമാർ പലരും ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടൊന്ന് പോയി നോക്കിക്കേ. This is when you attend to a sick patient. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. You will see miracles when you praise the Lord. ഞാൻ അത് അനുഭവിക്കുന്ന വ്യക്തിയാണ്. I experienced that myself. ഇന്ന് അന്യഭാഷ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു പ്രൊമോഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കുകയാണ്. These days the gift of tongues has become എന്നാൽ സ്തോത്രം, അത് അങ്ങനെ നമ്മൾ ഒരു സ്റ്റേജിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. It is not wrong to do that on stage. എന്നാൽ സ്തോത്രം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന അന്യഭാഷ അടയാളത്തോടു കൂടിയുള്ള പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിനായി സ്തോത്രം ചെയ്യാം. Thank God for the Holy Spirit that you have received to practice in your personal life. Praise the Lord. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് തുണ നൽകാം. The Holy Spirit helps us to pray. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. I'm going to conclude my words. കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട്. സമയം പോലെ മറ്റൊരു ദിവസം നമുക്ക് അതിനു വേണ്ടി The മാറ്റിവെക്കാം. remaining points we will discuss later. എന്നാൽ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറയട്ടെ, I want to tell our children, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടെങ്കിൽ, if you have believed in the Lord and been taken baptism, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. understand that the Holy Spirit is working in your life. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ക്രിസ്തീയ പ്രവർത്തനവുമില്ല. There is no Christian activity without the Holy Spirit. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതമില്ല. There is no Christian life without the Holy Spirit. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will not leave you as orphans. നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. I will guide you into all truth. പകൽക്കാലം നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനായി സ്തോത്രം Let us ചെയ്യാം. give glory to the Holy Spirit who dwells within us. യേശു എന്നോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ If Jesus were with me, എൻ്റെ കൂടെ നടക്കത്തേ ഉള്ളൂ. he will walk with me. പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. But the Holy Spirit is not like that. എൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. It is inside me. എൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. It is indwelling me. This is the temple of the living God. This is the temple of the എൻ്റെ living ഉള്ളിൽ God. വന്നിരിക്കുകയാണ്. It is inside അത് me. വിശ്വസിക്കുന്ന അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. Let us give glory to the Lord. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. The Holy Spirit of the Lord is indwelling എൻ്റെ me. പാപത്തെ കുറിച്ച് ബോധ്യം He വരുത്തുവാൻ, is convicting me of sin, നീതിയെ കുറിച്ച് ബോധ്യം of വരുത്തുവാൻ, righteousness, എൻ്റെ ഭയത്തെ to നീക്കുവാൻ, remove my fear, എൻ്റെ ബലഹീനതകളെ to നീക്കുവാൻ, remove my weaknesses, എനിക്ക് ധൈര്യം പകരുവാൻ, give me courage, വചനത്തിന്റെ വെളിപ്പാട് give me the ലഭിക്കുവാൻ, revelation of the word, എന്നെ മുന്നോട്ട് to നയിക്കുവാൻ lead me forward. എന്റെ പരിശുദ്ധാത്മാവനോട് The കൂടെയുണ്ട്. Holy Spirit is with me, പാപത്തിൽ വീഴാതെ വണ്ണം, that I may not fall into sin, പാപത്തെ അറിയാതെ വണ്ണം that I may not know sin, ജീവിക്കുവാൻ that I may live എന്റെ without sin. പരിശുദ്ധാത്മാവന്റെ ജീവിതത്തിലുണ്ട്. The Holy Spirit is in my life. പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയം അതിനു വേണ്ടി മാറ്റിവെക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും. ഹല്ലേലൂയ. I want all the children open your mouth and confess your sins. Ask the Lord, hallelujah. Holy Spirit, oh forgive me Jesus, forgive me Holy Spirit. പാപത്തോട് ഹല്ലേലൂയ പലപ്പോഴും നാം അറിയാതെ അതിനെ സ്വീകരിക്കുമ്പോൾ ഈ പകൽക്കാലം എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അല്പസമയം അന്യഭാഷ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നമ്മുടെ ആകുലതകൾക്ക് മാറട്ടെ, ഭയം മാറട്ടെ, സമാധാനം ദൈവം നമുക്ക് നൽകിയിട്ട് പോയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പകലം ചില വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവാണ്. പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവാണ്. നാം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഏറ്റു പറഞ്ഞാട്ട് കർത്താവേ ക്ഷമിക്കണമേ, പരിശുദ്ധാത്മാവേ ക്ഷമിക്കണമേ, ഞാൻ നിന്നെ അറിയാതെ പോയി, ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയി, നീ പലപ്പോഴും എന്നെ കൺവിക്ട് ചെയ്തപ്പോൾ ഞാൻ തെറ്റിപ്പോയി കർത്താവേ. ലോർഡ് forgive me. Hallelujah. Ask the Lord, oh Lord Jesus, forgive me. I made mistake in my life. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങളുടെ അടിസ്ഥാന ദൈവത്തെ സ്തുതിച്ച് മടങ്ങി പോയിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം കൊണ്ട് ദൈവത്തെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നിൽ പറയുവരെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. അല്പസമയം ഞാൻ മാറ്റിവെച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ പൽക്കാലം ബലപ്പെട്ടെന്ന് മടങ്ങി പോയിക്കാട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചെങ്കിൽ നിന്നെ ദൈവത്തെ സ്തുതിക്കട്ടെ. I want all the children to open your mouth and praise the Lord. You may not speaking in tongues, but you can open your mouth and say hallelujah, hallelujah. Keep on say hallelujah.
ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ കെട്ടുകളൊക്കെ നഴിയട്ടെ, ശത്രുവിൻ്റെ ബന്ധനങ്ങളൊക്കെ നീങ്ങട്ടെ. ഹല്ലേലൂയ. ആത്മാവ് വ്യാപരിക്കാൻ കഴിയാതെ വണ്ണമുള്ള പൈശാചിക പോരാട്ടങ്ങൾ ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സഭയെ മുന്നോട്ട് നയിക്കാൻ കഴിയാതെ വണ്ണം പിടിച്ചു വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ, ആമേൻ, ചില കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ തലമുറയെ ചില ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്, ഹല്ലേലൂയ, സ്വർഗീയ ഭാഷ സംസാരിച്ചാട്ട്, we take the victory. Take the victory in the name of Jesus. Oh, we adore you, Lord. We worship you, Lord. We give you all the glory. Yes, Jesus. Yes, Jesus. Satan, hallelujah. Amen, hallelujah. സാത്താനെ നീ പരാജയപ്പെട്ടവൻ. ഞങ്ങൾ മുന്നോട്ട് പോകും. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കുണ്ട്. We have the Holy Spirit. ഞങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണ്. ഞങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ തന്നെ താഴ്ത്തുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവേ. പരിശുദ്ധാത്മാവ് ക്ഷമിക്കണമേ. പലപ്പോഴും അവിടുന്ന് ഞങ്ങളുടെ വാതിക്കൽ മുട്ടി വിളിച്ചപ്പോൾ ഞങ്ങൾ കർത്താവേ അതിനു വേണ്ടി കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ കൊടുത്തില്ലല്ലോ. Many times when the Holy Spirit knocked in our door, when you convicted us certain things, we ignored that. Lord, forgive us, Lord. Help us to lead a fruitful Christian life. In Jesus' name we pray.